ഹലോ എവരിവൺ, അപ്പോൾ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂലൈ 22. അപ്പോൾ ഇന്ന് കൂളി സിനിമയിലെ പവർ ഹൗസ് എന്ന് പറഞ്ഞ സോങ് പുറത്തു വരുന്നു. അവർ അനൗൺസ് ചെയ്തിരുന്നു. അനിരുദ്ധ ഒരു എന്തോ ഇവന്റിൽ ലോഞ്ച് ചെയ്യുന്നതെന്ന് കേട്ടിരുന്നത്. ഇനിയും ട്രെയിലർ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ അപ്ഡേറ്റും ഉണ്ടാവില്ല എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇത് ഒരു സംഭവം വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഈ ഒരു സിനിമയിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ചിക്കിട്ട് എന്ന് പറഞ്ഞ പാട്ടാണ്. ഇപ്പം മോണിക്ക അൺഎക്സ്പെക്റ്റഡ്ലി ഹിറ്റ് ആയതാണ്, അത് സൗബിൻ ഒക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുന്ന ഒരു തീം സോങ് ഈ സിനിമയിലെ ഈ ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ ഞാനും വളരെയധികം വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയുമാണ്, വെയിറ്റ് ചെയ്യുന്നൊരു പാട്ടുമാണ് അത്. അപ്പോൾ അത് റിയാക്ട് ചെയ്യാൻ നമ്മൾ വന്നേക്കണം. അപ്പോൾ നേരം വൈകണില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ റിയാക്ഷനെ കിടക്കാം. പവർ ഹൗസ് ഒഫീഷ്യൽ വീഡിയോ ഇപ്പോൾ റിയാക്ട് ചെയ്യാം. അപ്പോൾ ആ സമയം അപ്ലോഡ് ആവാൻ കുറച്ച് ലേറ്റ് ആയി. എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനെ പരിപാടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനിത് ലേറ്റ് ആയിട്ട് തന്നെയാണ് തുടങ്ങിയത്. ഇന്നോട്ട് നമുക്ക് റിയാക്ഷനെ കിടക്കാം. എന്നടാ അതാ ആദ്യമല്ലേ ടൈറ്റിൽ. സംഭവം കൊള്ളാട്ടാ. എന്റെ പൊന്നോ, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ഒന്നാമത് ഈ സാധനം കേൾക്കാൻ രസമുണ്ടായിരുന്നു. അത് കൂടാഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ടീസറിൽ യൂസ് ചെയ്ത സംഭവം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പറയാഞ്ഞിട്ട് ഇത് മറ്റേ ഹുക്കും സോങ് ഉണ്ടായിരുന്നു ജയിലറിലെ, ആ ഒരു ഇതായിട്ട് ചെറിയൊരു വൈബ് എനിക്ക് കണക്ട് ചെയ്യണ്ട. അതായത് വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട്. പിന്നെ രജനീകാന്ത് അതിലൊന്നൊന്നര മുതൽ തന്നെയാണ്. കണ്ടിന്യൂ ചെയ്യാം. ഇത് ഫുൾ ഓൺ വയലൻസ് ഒന്നുണ്ട്, രജനി വയലൻസ്. ഷോട്ടൊക്കെ അതേ സാധനങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടായാൽ മതിയായിരുന്നു. പവർ ഹൗസ് രജനി കലക്ക്. ഇത് പൊളിക്കും. അനിരുദ്ധ എല്ലാ ഇതിലും ഉണ്ടെന്നുള്ള സത്യം പറഞ്ഞു, ഇവരുടെ മ്യൂസിക് വീഡിയോയിലൊക്കെ. അതൊരു നല്ല കാര്യം. സ്വാഗ് മനുഷ്യന്റെ തലവരെ.
ഒറ്റ പൊന്നോ, പൊളി സാധനം, ഒന്നും പറയാനുള്ളത് കേട്ടിട്ട് അടിപൊളി. അപ്പോ പവർ ഹൗസ് സംഭവം ഒരു രക്ഷയില്ല. പൊതുവെ അനിരുദ്ധിന്റെ പാട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ ഒരു കാര്യം ഇതാവുന്നത്, മിക്കപ്പോഴും ആദ്യം കേൾക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്നുള്ളത്. ഇപ്പൊ ചിക്കിട്ടാണെങ്കിലും അതെ, മോണിക്കാണെങ്കിലും അതെ, പിന്നീട് ഇരുന്ന് കേട്ട് 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 പിന്നീട് നമുക്കത് ഒരു രക്ഷയിലുള്ള സാധനം എന്നുള്ളൊരു, പൊതുവെ അങ്ങനെ ഒരു സ്ലോ ബേണർ ആണ് എല്ലാ പാട്ടും. ഇത് പക്ഷെ അനിരുദ്ധ് എന്താ പറയാ, സിക്സ് അടിച്ചിട്ടേക്കണ ഒരു രക്ഷയില്ല ഇതില്. അതിലൊരു ഡയലോഗ് ഉണ്ട്, തൊടറാപ്പാക്കലാന്നുള്ള. എനിക്ക് പെട്ടെന്ന് വിജയനാണ് ഓർമ്മ വന്നത്. മറ്റേ മാസ്റ്റർ സിനിമയിൽ പറഞ്ഞ ഡയലോഗ്, മുടിഞ്ഞ തുറസൊള്ളറാപ്പാക്ക് എന്ന് പറഞ്ഞിട്ട്. കൊള്ളാം എന്തായാലും. ഇത് വിറ്റതാന്ന് വെച്ചാൽ August 14 കൂലി, വാർട്ടു, ഈ 2 സിനിമകളാണ് ക്ലാഷ് റിലീസായിട്ട് വരുന്നത്. കുറെ പേര് വാർട്ടു ഗംഭീര പടയ്ക്കുന്നു പറയണൊക്കെ ഉണ്ട്. ചിലവരൊക്കെ NTR ഉണ്ടല്ലോ, അതിന്റെ NTR ഋതിക് റോഷൻ. ഞാൻ ഋതിക് റോഷൻ ഉള്ളതുകൊണ്ടാണ് സിനിമ കാണാൻ പോകുന്നത്. എല്ലാ ക്യാമിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ട് പ്രതീക്ഷകളൊന്നും വാർ 1 അത്രയും കൂടി ഉണ്ടായിരുന്ന അത്രയും കൂടി എനിക്ക്, പഠാൻ ഉണ്ടായിരുന്ന പ്രതീക്ഷ കൂടി എനിക്ക് ഇതിനില്ല. ഞാൻ കാണും എന്തായാലും, ഞാൻ കണ്ടു തുടങ്ങി ഈ യൂണിവേഴ്സ്. അപ്പൊ പിന്നെ ഫോളോ അപ്പ് ചെയ്യാന്നുള്ളതിൽ തന്നെ. പക്ഷെ ഈ 2 സിനിമ ഒരു ദിവസം തന്നെ ഞാൻ കാണുകയും ചെയ്യും. ഇതിന്റെ ആയിരിക്കും ആദ്യം റിവ്യൂ വരാൻ പോകുന്നത്, അത് ഉറപ്പാണ്. അല്ലെങ്കിലും തലൈവർ പടമൊന്നും പോയി കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിട്ട് രജനീകാന്തിന്റെ ഫാനാണെന്ന്. ഞാൻ രജനീകാന്തല്ല, ഞാൻ സൂര്യ ഫാനാണ്. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം തമിഴ് നടന്മാരെടുത്തു കഴിഞ്ഞാൽ സൂര്യ, വിജയ്, രജനീകാന്ത്, ഇങ്ങനെയാണ്. ഒരു 3 പേരാണ് മെയിൻ. അപ്പോ കൊല വെയിറ്റ്. ഇനി ഇത് ജയിലർ 2 എന്തൊക്കെയാ വരാൻ കിടക്കണ ഈ മനുഷ്യന്റെ. എന്തായാലും സംഭവം ഒരു രക്ഷയില്ല. ഇപ്പൊ നാളെ സൂര്യയുടെ കറുപ്പ് സിനിമയുടെ ടീസർ എന്തോ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, അറിയില്ല. അതും റിയാക്ട് ചെയ്യാനായിരിക്കും. അപ്പൊ ആ റിയാക്ഷൻ വീഡിയോ ഇട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ അതുവരെ ബൈ.